അപ്പം കേറി വാടാ മക്കളെ എന്ന ഫസ്റ്റ് സെഗ്മെന്റിലോട്ട് നമ്മൾ കേറിയാലോ? പിന്നെന്താ, കേറാം അല്ലേ? കേറാം. ഓക്കെ, കേറി വാടാ മക്കളെ. കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഈ സിനിമയിൽ പ്രധാനമായും കഥ നടക്കുന്നത് ഏത് നഗരത്തെ ആസ്പദമാക്കിയിട്ടാണ്? എ കൊച്ചി, ബി ബോംബെ, സി ചെന്നൈ. പറയട്ടെ, ചെന്നൈ. അത് ശരിക്കും ഷുവറാണ്. കാരണം സി ചെന്നൈ. ചെന്നൈ ഞാൻ എടുത്തിട്ടങ്ങ് പൂട്ടി സോനയ്ക്ക് വേണ്ടിയിട്ട്. പൂട്ടിക്കോ. പറയൂ, എന്താണ് ചെന്നൈ? ചെന്നൈ, അത് സിനിമയുടെ ആദ്യ ഭാഗം തന്നെ നമുക്ക് കാണുമ്പോൾ ചെന്നൈ നഗരമാണ്. വളരെ കോയിൻസിഡൻസ് ആണല്ലോ ആ ചോദ്യം അങ്ങനെ തന്നെ വന്നത്. അതന്നെ, ചെന്നൈയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൂവി കാണുമ്പോൾ തന്നെ ആ ഒരു ചെന്നൈയിലാണല്ലോ ഫുള്ള്. ശരിക്കും ഹൈദരാബാദ് ഫിലിം സിറ്റിയിലൊക്കെ ആണ് ഫുൾ ഷൂട്ട് നടക്കുന്നെങ്കിലും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി ചെന്നൈ തന്നെയാണ്. അപ്പൊ അത് തീർച്ചയാണ്, അതങ്ങനെ ആക്കി. ഓക്കെ, അത് പോട്ടെ. അപ്പൊ എവിടെ താമസിക്കുന്നു ചെന്നൈയില്? ചെന്നൈയില് വടപളനി. ഞാനും അവിടെ താമസിച്ചിട്ടുണ്ട് ഒരുപാട് നാൾ. അതിനുശേഷമാണ് ഞാൻ കോടമ്പക്കത്ത്, ഞാനും സാബു സറില്ലേ ഇവിടെ ആർട്ട് ഡയറക്ടർ, അദ്ദേഹം ഞങ്ങളെല്ലാം കൂടി ചേർന്ന് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് ഫ്ലാറ്റൊക്കെ വെച്ചു. ഒന്നുമില്ല പറഞ്ഞത്, ഞാൻ അന്ന് പാടിക്കൊണ്ടിരുന്നപ്പോഴേ ഫ്ലാറ്റ് വെച്ചിട്ട് ഞാൻ അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വടപഴനിയും വാടകയ്ക്ക് തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ. അവിടെ നല്ല സ്ഥലമാണ്. കാരണം ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് എന്ത് വേണേ കയ്യെത്തും ദൂരത്തുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എങ്കിലും ചെന്നൈയിൽ താമസിച്ച ഒരു വ്യക്തികളും തിരിച്ച് ഇപ്പം ട്രിവാൻഡ്രം എന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ ഒരു സ്ഥലത്തും വന്ന് താമസിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അവർ ചെന്നൈ താമസിച്ചവർ പറയുന്ന ഒരൊറ്റ കാര്യമാണ്, കേരളം എന്ന് പറഞ്ഞാൽ അവർ മലയാളികൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു ഗ്രാമമായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ചെന്നൈയിൽ എപ്പോഴും റഷല്ലേ. അപ്പം നമുക്ക് മദ്രാസിൽ ഒറ്റ കാര്യം ഒരു ദിവസം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നീ സോനയ്ക്ക് ഷൂട്ടിങ്ങിന് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചെന്തെങ്കിലും ഷോപ്പിങ്ങിന് പോയാൽ എവിടെങ്കിലും പോവാം. അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ദിവസം കഴിയും. അല്ലേ, ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ്. തീർച്ചയായിട്ടും. അല്ല, അതൊരു നല്ല അനുഭവമാണ് ശരിക്കും എനിക്ക്. കാരണം അവിടെ വർക്ക് ഇല്ലാത്ത ദിവസങ്ങൾ, ഫ്രീ ആവുന്ന ദിവസം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മലയാളി സുഹൃത്തുക്കളും തമിഴ് ഫ്രണ്ട്സും. അപ്പൊ അവർക്ക് കുറേ സ്പോർട്സ് ഒക്കെ അറിയാലോ, ഇന്ന സ്ഥലങ്ങൾ, റെസ്റ്റോറൻറ്റ്സ് ആവട്ടെ, നല്ല ഇടങ്ങളാവട്ടെ. തമിഴ്നാടിൽ ചെന്നൈ ഏതാണ്ട് മൊത്തത്തിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ബിക്കോസ് ഒരു 1 year ആയിട്ട്, ഒരു 1.5 years ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഷൂട്ടായിട്ട്. അപ്പൊ എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന ദിവസങ്ങള് കുറച്ചു നേരം നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ഇറങ്ങും. അപ്പൊ അത് ഭയങ്കര, തിരിച്ച് കേരളത്തിലേക്ക് ഇങ്ങോട്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ചെന്നൈയിലെ ഒരു ഏരിയ? ECR. വടപഴനി. ഓക്കെ, ECR ആണ് ഇഷ്ടം. എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത? അത് സീ സൈഡ് ആയതുകൊണ്ട് അവിടെ തന്നെ ഞങ്ങളുടെ മെയിൻ ലൊക്കേഷൻ അവിടെയാണ്. അപ്പോൾ അത് ഭയങ്കര, കാരണം വെച്ചാൽ അവിടെയാണ് തമിഴ്നാട്ടിലെ, മീൻസ് തമിഴ് മൂവീസിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളൊക്കെ താമസിക്കുന്ന അവിടെയാണ്. എല്ലാവർക്കും വീടുണ്ട്, വൻകിട വീടുകളും. വീട് കാണാൻ തന്നെ രസമാണ്. അതിനൊരു കണ്ണിന് ഭയങ്കര ഒരു കുളിർമയാണ് വീടുകൾ തന്നെ. വിജയുടെ വീടാവട്ടെ, അജിത്തിന്റെ വീടാവട്ടെ, എല്ലാവരുടെയും വീടിന്റെ അടുത്താണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് മെയിൻ ലൊക്കേഷൻ. അപ്പം അതൊക്കെ ECR മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ഹാഷ് ബൂഷ് ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ. വടപഴനിക്ക് വേറൊരു കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അപ്പം സി ചെന്നൈയാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. ചെന്നൈ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു വൺ 2000 rupees. അതിപ്പോ തന്നെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. വടപഴനി എന്ന് പറയുമ്പോൾ മലയാള സിനിമ അല്ലെ തമിഴ് സിനിമ അല്ലെ തെലുങ്ക് സിനിമ, ഏത് സിനിമ എടുത്തുള്ളൂ, അതിലെ 100% ഗായകന്മാരും അല്ലെ ഗായികമാരും അവിടെ വരാതെ പോവില്ല. ആ ഏരിയയിലാണ് അന്ന് എല്ലാ സ്റ്റുഡിയോ. AVM എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ, നമ്മുടെ ഒരു ഗ്ലോബ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം AVMG, പിന്നെ AVMRR, പിന്നെ AVMC, പിന്നെ AVME, പിന്നെ ഷൂട്ടിംഗ് ഫ്ലോർ. അങ്ങനെ കുറേ സ്റ്റുഡിയോസാണ് അതിനകത്ത്. എന്നും ഒരു ഉത്സവമാണ്. നമ്മളൊക്കെ അതിനകത്ത് കാലത്ത് ചെന്ന് കയറുമ്പോഴത്തേക്ക് RRലാണെങ്കിൽ ആദ്യം G തിയേറ്റർ നടയിൽ വലിയൊരു ആഘോഷം പോലെ ആൾക്കാർ വെളിയിൽ നിൽക്കും, പൂജാ റെക്കോർഡിങ്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മലയാളമാണെങ്കിൽ അവിടെ ഒന്ന് ചവിട്ടും,
ഒന്നിറങ്ങും. നോക്കുമ്പോൾ ചിലപ്പം എന്താണ് സിബി മലയിലിൻ്റെ പടമായിരിക്കും, ഓ ശരി. ചിലപ്പം സിദ്ദിഖ് ലാലിൻ്റെ പടമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ തിയേറ്റർ ഉണ്ട്, ഒരു രാശി പോലെ. പിന്നെ ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ തമിഴ്, തെലുങ്ക്, മലയാളം അങ്ങനെ ഷൂട്ടിങ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് കോതണ്ഡപാണി സ്റ്റുഡിയോ, നമ്മുടെ SPB സാറിൻ്റെ. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആണ് പ്രസാദ്. ആ പ്രസാദ് ഓൾഡ് ഉണ്ട്, ന്യൂ ഉണ്ട്. അതിനകത്തുള്ള മൊത്തം സ്റ്റുഡിയോ രാജാ സാറിൻ്റെ കയ്യിലാണ്, ഇളയരാജാ സാർ. പിന്നെ അവിടുന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രസാദ് 70mm. ഓ ശരി. അങ്ങനെ എടുത്തു പറയാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റളവിൽ തന്നെ ഒരു 20 സ്റ്റുഡിയോ എങ്കിലും കാണും. അവിടാണ് എല്ലാ മലയാള ജെമിനി, അത് കോടമ്പക്കം എൻഡാണ്, പക്ഷെ ആ ഏരിയയാണ് വരുന്നത്. എല്ലാ പഴയ സിനിമകളുടെ എല്ലാ റെക്കോർഡിങ്ങും ഏകദേശം 90s അല്ലെങ്കിൽ 95, 98, 2000 വരെ സജീവമായിരുന്നു അവിടെ. പിന്നെ ഈ ഇലക്ട്രോണിക് യുഗം വന്നപ്പോഴാണ് നമ്മുടെ റെക്കോർഡിംഗ് ഫെസിലിറ്റീസൊക്കെ വളരെ ഈ വലിയ ഹാളിൽ നിന്ന് മാറി ചെറിയ റൂമിലോട്ട് ഒതുങ്ങുകയും അത് ട്രിവാൻഡ്രം, കൊല്ലം, കൊച്ചി, കാലിക്കറ്റ് അങ്ങനെ ചെറുതായിട്ട് വന്നു. അപ്പം വടപഴനി എന്തുകൊണ്ടും ഐശ്വര്യമുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ പോയി തൊഴുതുള്ള ഒരു ഗണപതിയുടെ അവിടെ ഗണപതി വിനായക ഞാൻ പോയിരുന്നു. മുരുകൻ കോവിലും ഉണ്ടല്ലോ വടപളനി, വളരെ പ്രശസ്തമായിട്ടുള്ള, അവിടെയൊക്കെ പോയി.